നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. മാർക്കറ്റ് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലൂടെയാണ് പോകുന്നത്. നമ്മൾ കാത്തിരുന്ന രണ്ട് പ്രധാന ഈവൻറ്റ് ഇന്നലെ റിലീസായി. ഇന്ത്യയുടെയും യു എസിലെയും പണപ്പെരുപ്പ നിരക്കുകൾ. ഈ രണ്ട് ഡേറ്റയും മാർക്കറ്റിന് അനുകൂലമായ രീതിയിലാണ് വന്നത്. എസ്പെഷ്യലി യു എസിൽ വന്നതുകൊണ്ട് യു എസിലെ നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എന്താണോ ഇന്നലെ നമ്മുടെ ഇന്ത്യൻ കമ്പനിയിൽ കണ്ടത് അതേ പാറ്റേൺ അവിടെ ഫോം ചെയ്തു. അതായത് ഐസിഐസി ബാങ്ക് HDFCയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഇൻഫോസിസിലോ വിപ്രോയിലോ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ADRൽ ഉണ്ടായിരുന്നില്ല. ഈവൻ നാസ്ഡാക്ക് ഏകദേശം 1.12% എല്ലാം തന്നെ റാലി ഉണ്ടായിട്ട് പോലും. കൂടാതെ തന്നെ ഇന്നലെ HDFC ബാങ്ക് എല്ലാം തന്നെ തിരികെ കയറി. കൊട്ടാക് ബാങ്കും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ 27% ഇടിവിന് ശേഷം ഇന്നലെ ഒരു 5% റിക്കവറി രേഖപ്പെടുത്തി. റിലയൻസ് ജിയോ സ്റ്റാർലിങ്ക് ആയിട്ട് കൊളാബ് ചെയ്തതുകൊണ്ട് റിലയൻസിനും ഇന്നലെ നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് എയർടെലിനും അത് സാധിച്ചിരുന്നു. പിന്നീട് ആ ഒരു ഗെയിൻ നിലനിർത്താനായിട്ട് പറ്റിയില്ല. ടാറ്റ മോട്ടോഴ്സ് GLRൽ $1 ബില്യൺ EV പ്ലാന്റുകളെല്ലാം തന്നെ ചെയ്യുമെന്നുള്ള വാർത്ത കൊണ്ട് ഇന്നലെ ടാറ്റ മോട്ടോഴ്സും 3% റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണുള്ളത്. എനിവേ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മുടെ മാർക്കറ്റ് നാളെ അവധിയാണ്. അതായത് 3 ദിവസത്തെ വലിയൊരു അവധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി ഉണ്ടാകാം. അതായത് എങ്ങനെയാണ് വെള്ളിയാഴ്ച ട്രെൻഡിങ് ഡേ ആവുന്നത്, അതുപോലെ തന്നെ ഇന്ന് ട്രെൻഡിങ് ഡേ ആയേക്കാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ആളുകൾ മാർക്കറ്റിനെ സമീപിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ കാണാം US വിക്സ് ഇന്നലെ 10% ഇടിഞ്ഞു. അതായത് യു എസിലെ ഭീതി, ആ ഒരു ഫിയർ കുറഞ്ഞു. എങ്കിലും സ്റ്റിൽ 21 ആണ് US വിക്സ്. നാസ്ഡാക്ക് കാണാം 1.12% റാലി. ഡോ ഫ്ലാറ്റായിരുന്നു, നെഗറ്റീവായിരുന്നു. FTSE, CAC 40, ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റുകൾ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് മിഡിൽ കാണാം, പോസിറ്റീവാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിലൊക്കെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 83,000 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗോൾഡാണ് താരം. $2,940 ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിനുള്ളൊരു വില. അപ്പോൾ ഞാനത് വെച്ചൊരു 1.5 വർഷം മുമ്പുള്ളൊരു ഗോൾഡിൻ്റെ എല്ലാം തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരു ചാർട്ട് കണ്ടപ്പോൾ 1,700 രൂപക്കാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ട്രേഡ് ചെയ്തത്. പല സമയങ്ങളിലായിട്ട് നമ്മൾ ആ സമയത്ത് SGB, ഗോൾഡ് ബീസ് അങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളെക്കുറിച്ച്, എസ്പെഷ്യലി SGBനെ കുറിച്ചൊക്കെ വാതോരാതെ എല്ലാ ദിവസവും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി SGBയുടെ പുതിയ സബ്സ്ക്രിപ്ഷൻസ് ഇല്ല. പക്ഷേ നിലവിലുള്ള സബ്സ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് സെക്കൻഡറി മാർക്കറ്റിലൂടെ, അതായത് നമ്മുടെ ഡിമാറ്റിലൂടെ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. പക്ഷേ പുതിയ സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നുള്ളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ, വാർത്തകൾ മാത്രമാണ്, ബൈസെൽ റെക്കമെൻഡേഷനൊന്നുമല്ല. ഭാരത് ഇലക്ട്രോണിക് കമ്പനി 2,463 കോടി രൂപയുടെ ഒരു റഡാർ ഓർഡർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ആർക്ക്? ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിക്ക്. കോറമണ്ടൽ ഇൻ്റർനാഷണൽ കമ്പനി അവർ NACL ഇൻഡസ്ട്രീസിന് 820 കോടി രൂപ സ്പെൻഡ് ചെയ്ത് 53% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. കോറമണ്ടൽ ഇൻ്റർനാഷണൽ ആണ് അക്യൂർ ചെയ്തത്. ആ ഒരു ന്യൂസ് ഉണ്ട്. സൊലക്റ്റ് എനർജി എന്ന് പറയുന്ന ഒരു കമ്പനി, സൊലക്റ്റ് എനർജി, അവർ 150 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ മൊഡ്യൂൾസിൻ്റെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. BEML കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, BEML സൈമൻസായിട്ട് അവർ റെയിൽ ആൻഡ് ഡ്രഡ്ജിങ് സൊല്യൂഷൻ ചെയ്യാനായിട്ട് ഇരു കമ്പനികളും ധാരണയായി. BEML കമ്പനി. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി, ഇവരെ സംബന്ധിച്ച് 21 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പ്ലോസീവ് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇവരുടെ ഇൻ്റർനാഷണൽ ക്ലയൻസിന് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. NTPC ഗ്രീനിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, 105 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഇവരുടെ പുതിയ പ്ലാന്റ് മധ്യപ്രദേശിൽ ഇവർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസാണ് NTPCനെ സംബന്ധിച്ചുള്ളത്. ജുബിലൻ ഫാർമ കമ്പനി, ഇവരുടെ പ്ലാന്റിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റീസ് ഇൻസ്പെക്ഷൻ നടത്തി. ഇൻസ്പെക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആയതിൻ്റെ റിപ്പോർട്ട് ഇവർക്ക് ലഭിച്ചു എന്നുള്ള ന്യൂസാണ് ജുബിലൻ ഫാർമയെ സംബന്ധിച്ചുള്ളത്. ഇൻഫോസിസ് കമ്പനി, US വളരെ പുരാതനമായിട്ടുള്ള സിറ്റിസൺ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് ഇവർ, നമ്മളെ ഇൻഫോസിസ്
പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഓല കമ്പനി ഹോളി ഫ്ലാഷ് സെയിൽസെല്ലാം തന്നെ ഓല ഇലക്ട്രിക്കൽ സ്കൂട്ടർ കമ്പനി ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. ഇനി ഐ പി എല്ലിലേക്ക് വരുമ്പോൾ PDP ഷിപ്പിംഗ് IPO ഓൾമോസ്റ്റ് 76% സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. റീറ്റെയിൽ പോർഷൻ ഫുള്ളി സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. നമ്മുടെ ഡിമാറ്റിൽ നിന്നൊക്കെ നമ്മുടെ ബ്രോക്കർ ആപ്പിൽ നിന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ പേ ഒക്കെ വഴി നമുക്ക് IPO അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും IPO അപ്ലൈ ചെയ്യാനൊക്കെ ഈവൻ നമ്മളുടെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കും എല്ലാം തന്നെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ബ്രോക്കറാണ്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെല്ലാം തന്നെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.